വെൽക്കം ടു ജസ്റ്റ് ഫുഡ് ബുക്ക്. നമുക്ക് ഈസി ആയിട്ട് മയോനൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മയോനൈസ് 2-3 തരത്തിൽ ഉണ്ടാക്കും കേട്ടോ. ഇത് മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു മയോനൈസാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഗ്രൈൻഡറാണ് കേട്ടോ. ഗ്രൈൻഡറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കൂടുതൽ അളവിലൊന്നും ഉണ്ടാക്കുന്നില്ല, കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ജ്യൂസ് അടിക്കുന്ന വിഷയത്തിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ഉണ്ണിയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർക്കൽ ഒരു നിർബന്ധവും ഇല്ല. ഈ വെളുത്തുള്ളി ചേർക്കൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഞാൻ ഇതിലേക്ക് 2 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്, ഇട്ട് കൊടുക്കാം. ഞാൻ വേണ്ടത് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത് കേട്ടോ, ഓയിലാണ് എടുത്തേക്കുന്നത്. 1/2 കപ്പിൽ ഒരു 1/4 കപ്പ് ഓയിൽ ഇപ്പോൾ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇതേപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് അടിച്ചെടുത്തപ്പോൾ അതെ ഇതാണ് കേട്ടോ ഇതിൻ്റെ പരുവം. നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുക. വിനെഗറിന് പകരമായിട്ട് ചെറുനാരങ്ങ നീര് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ബാക്കിയുള്ള ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മയോനൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇരിക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും കേട്ടോ. നിങ്ങൾക്ക് ഒന്നും കൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ ഇത്രയും കട്ടിയിലാക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. നമുക്കിതിൽ ഉപ്പ് പോരായൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും അതേപോലെ തന്നെ പുളി പോരായൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് നോക്കിയതിന് ശേഷം അതൊന്നും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഉപ്പ് പോരായൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചും കൂടി ഉപ്പും പുളിയും പോരായൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സൊറുക്കി ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതേ മയോനൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ. എത്രയും ഈ ഒരു കട്ടിയിൽ അടിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ കട്ടിയിൽ അടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും കേട്ടോ. അപ്പോൾ എടുക്കുന്നതിന് മുമ്പായിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഒരു വേറെ റെസിപ്പിയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് എരിവോട് കൂടിയിട്ടുള്ള മയോനൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പം തന്നെ എടുത്തിട്ടുള്ള മുട്ടയിൽ ഉണ്ടാക്കിയത് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇതിൽ ഞാൻ മുട്ടയുടെ വെള്ളം മാത്രം ചേർക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്കും ഞാനൊരു 1/2 കപ്പ് ഓയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചിട്ട് ഇപ്പം അടിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത്
2 ഉണക്കമുളകാണ്. ഇത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേരുന്നതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വിനെഗർ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി മയോനൈസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ വെളുത്തുള്ളിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. വെളുത്തുള്ളിയും മുട്ടയുടെ ഉണ്ണിയും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ മയോനൈസ് കണ്ടില്ലേ, ഈ മയോനൈസും നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് കുറച്ച് മധുരവും ഉപ്പും പുളിയൊക്കെ ഉള്ള മയോനൈസാണ് കേട്ടോ. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നമ്മുടെ 2 രീതിയിലുള്ള മയോനൈസ് റെഡി ആയിട്ടുണ്ട്. അത് കണ്ടില്ലേ, ഇത് നമ്മൾ ചില്ലിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയ മയോനൈസാണിത്. മിക്സിയിൽ തന്നെ ഇത്ര നല്ല കട്ടിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ മയോനൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതേപോലെ ചില്ലി മയോനൈസ് ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.